ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു സൈലം. ഇറ്റ്സ് മീ VJR. യെസ്, നമ്മൾ അടിപൊളിയായിട്ട് നമ്മുടെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ട്രപ്പീസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ കുറച്ച് വരയ്ക്കാനുള്ള ചോദ്യങ്ങളുണ്ട് അല്ലേ? അപ്പോൾ അത് നമുക്ക് പെട്ടെന്നൊന്ന് പഠിച്ചാലോ? വരയ്ക്കാനുള്ള ചോദ്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ചാപ്റ്ററിൽ നിന്ന്. ഈ ചാപ്റ്ററിൽ നിന്ന് ആകെ ചോദിക്കുന്നത് പരപ്പളവും അതുപോലെ തന്നെ, അതായത് ട്രപ്പീസത്തിൻ്റെ ഏരിയയും പരപ്പളവും അതുപോലെ ഈ ഒരു വരയ്ക്കാനുള്ള ചോദ്യം തന്നെ ആയിരിക്കും കേട്ടോ. അതുകൊണ്ട് നിർബന്ധമായിട്ട് ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്തേക്കുക, പഠിച്ചു വെക്കുക അടിപൊളിയായിട്ട് കേട്ടോ. അപ്പൊ ക്ലാസ് കണ്ട് തുടങ്ങി കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് ലൈക്ക് അടിച്ചേ. എങ്ങനെയുണ്ട് സാറിന്റെ പുതിയ ലുക്ക്? നല്ല ബോറായിട്ടുണ്ട് എന്ന് എനിക്കറിയാം, നിങ്ങൾ പറയേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നിങ്ങളൊന്ന് ലൈക്ക് അടിക്കുക. അതേപോലെ തന്നെ നിങ്ങൾ താഴെ കമന്റ് സെക്ഷനിൽ ഫീഡ്ബാക്ക് കൂടെ ഇട്ട് വെക്കുക കേട്ടോ. അടിപൊളിയായിട്ട് ഫീഡ്ബാക്ക് കൂടെ ഇട്ട് വെച്ചേ. അപ്പോൾ ഇന്ന് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ട്രപ്പീസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ വരയ്ക്കാനുള്ള ചോദ്യങ്ങൾ നമുക്ക് പെട്ടെന്ന് എങ്ങനെ വരയ്ക്കാന്നൊക്കെ സാറ് പറഞ്ഞുതരാവേ. ട്രപ്പീസിയം ചാപ്റ്റർ നമ്പർ 12 ആയിരുന്നു നമ്മുടെ ട്രപ്പീസിയം. ഈ ചിത്രം ഒന്ന് വരയ്ക്കണം നമുക്ക്. അപ്പോൾ നിങ്ങൾ കോമ്പസും സ്കെയിലും പ്രൊട്ടക്ടറും ഒന്ന് പെട്ടെന്ന് എടുത്തേ കുഞ്ഞെ. ഇവിടെ കേക്ക്, ഇതാണ് നമുക്ക് വരയ്ക്കേണ്ടത്. ഇങ്ങനെ ഒരു ചിത്രം വരയ്ക്കാൻ പറഞ്ഞാൽ ഞാൻ നിങ്ങളോട് എപ്പോഴും പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, മക്കളെ, ഇങ്ങനത്തെ എന്ത് ചിത്രം വരയ്ക്കാൻ പറഞ്ഞാലും അവിടെ മനസ്സിലാക്കി വെച്ചോളുണ്ടു. ഇവിടുത്തെ ചിത്രത്തിൽ ഈ നിങ്ങളൊരു മോഡിഫിക്കേഷൻ ചെയ്യണം. കുറച്ച് സ്റ്റെപ്പുകൾ നിങ്ങൾ പഠിച്ചാൽ മതി. എന്താ മോഡിഫിക്കേഷൻ എന്ന് ചോദിച്ചാൽ, മക്കളെ, ഇതായിരിക്കും ചോദ്യം വരിക. ഇങ്ങനത്തെ ഒരു ചോദ്യം വരും. എന്നിട്ട് ഇങ്ങോട്ട് പറയും, കുഞ്ഞാനെ എടാ ഇത് വരയ്ക്കീന്ന്. ഇങ്ങനെ വരയ്ക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യാറിയോ, ചോദ്യത്തിൽ തന്നിരിക്കുന്ന ചിത്രത്തിനൊന്ന് മോഡിഫൈ ചെയ്യുക. എങ്ങനെയാ മോഡിഫൈ ചെയ്യുക? അതായത് ഇത് രണ്ടും പാരലൽ ലൈൻസ് ആണ്. ഓക്കെ, ഇത് രണ്ടും പാരലൽ ലൈൻസ് അല്ലല്ലോ, സമാന്തര വര അല്ലല്ലോ. ഇതിന് സമാന്തരമായിട്ട് നമ്മൾ ഇവിടെ ഒരു വര വരയ്ക്കാം. അതാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. അതായത് ഈ പാരലൽ ലൈൻസ് അല്ലാത്ത ലൈനിന് പാരലൽ ആയിട്ട് നിങ്ങൾ വരയ്ക്കുക. ഇതിപ്പോൾ 3 സെന്റിമീറ്റർ അല്ലേ? അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് മനസ്സിലാക്കി വെച്ചോ, ഇത് എത്ര വരത്തുള്ളൂ? ഇത് 3 ആയിരിക്കും. കണ്ടോ? വെയിറ്റ് ഇത് 3 സെന്റിമീറ്റർ ആയിരിക്കും അല്ലേ, പാരലൽ ലൈൻസ്. അപ്പൊ നേരെ നിങ്ങൾ വരയ്ക്കാൻ പഠിക്കാം. ഓക്കെ, അപ്പോൾ ഇത് 3 ആണെങ്കിൽ ഇപ്പുറത്തുള്ള ഇതും എത്രയേ വരത്തുള്ളൂ? 3 വരത്തുള്ളൂ. അപ്പൊ അത് 3 ആയിട്ട് നിങ്ങളെ ചോദ്യ പേപ്പറിൽ വരച്ച് വെക്കുക എന്നുള്ളതാണ് നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം. ഓക്കെ, റെഡി ആണല്ലോ? അപ്പൊ ഇനി എങ്ങനെ വരയ്ക്കാം? ഞാൻ പുതിയൊരു പേജ് എടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ച് കേട്ടിരിക്കണം കേട്ടോ. ഇതാണ് വരയ്ക്കാൻ വേണ്ടി പോവാണ് സാർ കേട്ടോ. അതായത് എങ്ങനെ ഇത് വരയ്ക്കാന്ന് ചോദിച്ചാൽ, ആദ്യം നിങ്ങൾ ഈ ത്രികോണം വരച്ചതിന് ശേഷമാണ് ഇപ്പുറത്തോട്ട് പോകേണ്ടത്. അപ്പൊ എങ്ങനെയാ ത്രികോണം വരച്ചതിന് ശേഷം എന്ന് പറഞ്ഞാൽ എങ്ങനെയാ വരയ്ക്കാന്ന് സാറ് പറഞ്ഞുതരാവേ. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? മോഡിഫിക്കേഷൻ. സെക്കൻഡ് സ്റ്റെപ്പ് എന്താ? ഇത് 6 സെന്റിമീറ്റർ അല്ലേ? നിങ്ങൾക്കറിയാം ഇത് 4 ആയതുകൊണ്ട് ഇതും എത്ര വരൂ? 4 സെന്റിമീറ്റർ ആയിരിക്കും വരിക. സിമ്പിൾ ആണ് കുഞ്ഞോനെ. ഇവിടെ ഉള്ളത് 4 ആണെങ്കിൽ ഈ താഴത്തുള്ളത് എത്ര വരുള്ളൂ? 4 ആയിരിക്കും വരിക. റെഡിയാണോ? അപ്പൊ അത് 4, ഇത് 4 കിട്ടി. ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഇത് 4 ആകുന്ന സമയത്ത് ഇത് മൊത്തം 6 അല്ലേ? ഇത് 4 ആണ്. അപ്പൊ ബാക്കി ഇത് എത്ര വരിക? 2 സെന്റിമീറ്റർ. കണ്ടോ? മുഴുവൻ 6, ഒരു കണ്ടം 4, ബാക്കി എത്രയേ വരുള്ളൂ? 2. അങ്ങനെ മോഡിഫിക്കേഷൻ ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ എല്ലാ സൈഡ്സും കണ്ടുപിടിക്കാൻ പറ്റുന്നൊക്കെ കണ്ടുപിടിച്ചൊക്കെ. ഓക്കെ, ഇത്ര പണിയുള്ളൂ. സമാന്തരമല്ലാത്ത വരയ്ക്ക് സമാന്തരം വരച്ചു. അപ്പൊ ഇത് 3 ആയിട്ട് മാറും. ഇത് 4 ആയതുകൊണ്ട് ഇത് 4 ആവും. ടോട്ടൽ 6 ആണെങ്കിൽ ബാക്കി ഇത് 2 ഉണ്ടാവും. എന്നാലേ ഇത് മൊത്തം 6 ആവുള്ളൂ. ഇനി ഞാൻ വരയ്ക്കാൻ വേണ്ടി പോട്ടോ. ആദ്യം താഴെയുള്ള ഈ സൈഡ് 6 സെന്റിമീറ്റർ ആണ്. താഴത്തുള്ള ആ സൈഡ് എത്രയാ കുഞ്ഞോനെ? 6 സെന്റിമീറ്റർ ആണ്. 6 സെന്റിമീറ്റർ ആണ് താഴത്തുള്ളത്. 6 സെന്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ 6 സെന്റിമീറ്റർ നീളത്തിൽ ഒരു ഒറ്റ വര വരയ്ക്കാം. 6 സെന്റിമീറ്റർ നീളത്തിൽ ഒരൊറ്റ വര വരയ്ക്കാൻ വേണ്ടി പോവാണേ. 6 സെന്റിമീറ്റർ നീളത്തിൽ ഒരു വര വരയ്ക്കുക. കേട്ടോ, 6 സെന്റിമീറ്റർ നീളത്തിൽ ഒരു വര വരയ്ക്കുക. നേരെ താഴത്തൊരു വര വരച്ചു. എന്നിട്ട് അടയാളപ്പെടുത്തിക്കോ, ദിസ് ഈസ് 6 സെന്റിമീറ്റർ. 6 സെന്റിമീറ്റർ എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് അടയാളപ്പെടുത്താം. ഇനി താഴത്ത് ഇവിടെ 2 സെന്റിമീറ്റർ ഒരു കഷ്ണം, മറ്റേ കഷ്ണം 4 സെന്റിമീറ്റർ അല്ലേ? അപ്പോൾ 2 സെന്റിമീറ്റർ 4 സെന്റിമീറ്റർ. അപ്പൊ ഇത് ഒരു കഷ്ണം എത്രയാ? 2 സെന്റിമീറ്റർ ആണ്. ബാക്കി എത്രയാ വരിക? ഇത് 4 സെന്റിമീറ്റർ ആണ്. ഇങ്ങനെ എഴുതി വെക്കാം. ഫസ്റ്റ് മോഡിഫിക്കേഷൻ ചെയ്തു, സൈഡ്സ് ഒക്കെ എഴുതി വെച്ചു. എന്നിട്ട് താഴത്ത് 4 6 ആണെന്ന് നമുക്ക് എന്ത് ചെയ്തു? ചോദിച്ചു തന്നു. ഇത് 4ഉം ഇത് 2ഉം ആയിട്ട് 6നെ മുറിച്ചു. ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഈ കോണ് 70 ഡിഗ്രി അല്ലേ? ആ ആംഗിൾ 70 ഡിഗ്രി ആണെങ്കിൽ വേഗം പ്രൊട്ടക്ടർ ഇവിടെ വെക്ക്. ഇങ്ങനെ ആയിരിക്കും പ്രൊട്ടക്ടർ ഉണ്ടാവാം. കണ്ടോ? പ്രൊട്ടക്ടർ ഇങ്ങനെ വെച്ചേ. പെട്ടെന്ന് പ്രൊട്ടക്ടർ വെച്ചിട്ട് എവിടെയാണ് ഇവ വരിക നോക്കാം. 10, 20, 30, 40, 50, 60, 70 ഇവിടെ വരും. കണ്ടോ? അപ്പൊ 70 എവിടെ വരുന്നുവോ അത്രയും നീളത്തിൽ. ഇപ്പൊ 70 ചിലപ്പോൾ നമ്മളിങ്ങനെ അടയാളപ്പെടുത്തുമ്പോൾ ഇങ്ങനെ പോയി പോകും. അത്രയും നീളത്തിലൊക്കെ വരും. അല്ലെങ്കിൽ 70 അടയാളപ്പെടുത്തിയിട്ട് അവിടേക്ക് നീട്ടി വരച്ചാലും മതി. പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക? ലാസ്റ്റ് മായ്ക്കാട്ടോ. ഞാനിപ്പം 70 ഇപ്പൊ ഇവിടെ അടയാളപ്പെടുത്തി നേരെ നീട്ടാം. കേട്ടോ?
വെയിറ്റ് ഒരു മിനിറ്റ്, ഞാനൊന്ന് നീട്ടിത്തരാവേ. നീട്ടി. ഓക്കെ, അപ്പൊ ഇത് എത്ര ഡിഗ്രിയാടാ? 70 ഡിഗ്രിയാണ്. ഓക്കെ, റെഡി. 70 ഡിഗ്രി. ഇനി ഒന്ന് നോക്കടാ, ഇത് 70 ഡിഗ്രി എന്ന് മാത്രമല്ല, ഇത് 3 സെന്റിമീറ്റർ കൂടെ ഉണ്ട്. അപ്പൊ വേഗം കോമ്പസ് എടുത്തേ. എന്താ പഠിച്ചേ? 6 സെന്റിമീറ്റർ 4 2 ആക്കി. ഇനി നിങ്ങൾ എന്ത് ചെയ്തു? പ്രൊട്ടക്ടർ വെച്ച് 70 അടയാളപ്പെടുത്തി. അത് നീട്ടിക്കാളാ, ബാക്കിയമ്മ വായിക്കാട്ടോ. ഓക്കെ, റെഡി. അപ്പൊ ഇനി എന്താ ചെയ്യേണ്ടത്? വേഗം നിങ്ങൾ കോമ്പസ് എടുത്തിട്ട് സ്കെയിലിനോട് ചേർത്ത് വെക്കാം. സ്കെയിലിനോട് ചേർത്ത് വെച്ചിട്ട് 3 സെന്റിമീറ്റർ കോമ്പസിലെടുത്തേ. 3 സെന്റിമീറ്റർ കോമ്പസിലെടുക്ക്. അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് 3 സെന്റിമീറ്റർ അല്ലേ? അതാ പോയി. ഇവിടെ നിന്ന് ഇങ്ങോട്ട് 3 സെന്റിമീറ്റർ അല്ലേ? അത് നിങ്ങൾ കോമ്പസിലെടുത്തിട്ട് ഇവിടെ കുത്തുക. അവിടെ കുത്തിയിട്ട് ഇവിടേക്ക് ഒരു ആർക്ക് വരയ്ക്കാം. ഒന്നുമില്ല കുഞ്ഞോനെ, ഇവിടെ കോമ്പസ് കുത്തുക, ഇവിടേക്ക് ഒരു ആർക്ക് വരയ്ക്കുക. ആ 3 എടുത്തിട്ടാണ് വരയ്ക്കേണ്ടത് കേട്ടോ. എന്നിട്ട് അതൊന്ന് ജോയിൻ ചെയ്യുക. കണ്ടോ, അതൊന്ന് ജോയിൻ ചെയ്തേ. കാണിച്ചേ, കണ്ടോ, അതൊന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട്. അടിപൊളി. അത് നമുക്ക് എഴുതിയും വെക്കാം. ഇത് 3 സെന്റിമീറ്റർ ആണ്. കണ്ടോ, ഇനി സൈഡിലുള്ള സൈഡ്സുകൾ എന്തൊക്കെ? ഇത് 4 സെന്റിമീറ്റർ ആണ്, ഇത് 3 സെന്റിമീറ്റർ ആണ്. അപ്പൊ വീണ്ടും നമുക്ക് ഈ സൈഡ് 4 വേണമെങ്കിൽ വീണ്ടും കോമ്പസിലില്ല, ഇപ്പൊ 3 എടുത്ത കോമ്പസ്, ആ കോമ്പസ് എടുത്തിട്ട് കോമ്പസിൽ 4 എടുത്തേ. സ്കെയിൽ വെച്ചിട്ട് 4 എടുക്ക്. 4 എടുക്ക്. 4 എടുത്തിട്ട് ഇവിടെ കുത്തിയിട്ട് ഇവിടേക്ക് ആർക്ക് വരയ്ക്കാം. വീണ്ടും കോമ്പസിൽ 3 എടുത്തേ. കാര്യം എന്താ? ഇത് 3 ആയതുകൊണ്ട് ഇത് 3 ആയിരിക്കും. വീണ്ടും കോമ്പസിൽ 3 എടുത്തേ. ഇവിടെ കുത്ത്, എന്നിട്ട് 3 ഇങ്ങോട്ട് ഇട്. ഒരേ പൊളി. ഇവിടെ കുത്തുക, അവിടേക്ക് 3 ഇടാം കേട്ടോ. എന്നിട്ട് ഇതൊന്ന് ജോയിൻ ചെയ്തടാ. ജോയിൻ ചെയ്തായിട്ടോ. വെയിറ്റ്, ഇതൊന്ന് ജോയിൻ ചെയ്താൽ മതി. ഓക്കെ, അതേപോലെ ഇതും ജസ്റ്റ് ജോയിൻ ചെയ്യാം. ഇതാണ് നമ്മുടെ ചിത്രം. അപ്പൊ മുകളിലുള്ള വാലില്ലേ, അത് മായ്ച്ചാളുണ്ട് കേട്ടോ. കണ്ടോ, എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ചിത്രം കിട്ടിക്കഴിഞ്ഞാൽ ജസ്റ്റ് ഷെയ്ഡ് ചെയ്യാം. ഇതാണ് നമ്മുടെ ട്രപ്പീസിയം. എല്ലാ വശങ്ങളും എല്ലാ കോണുകളും ഉള്ള ട്രപ്പീസിയം. ഇവിടെ 4 ആണ്, ഇത് 3 ആണ്. റെഡിയാണോ? ഞാൻ അടുത്തൊരു ചോദ്യം തരാം. ഇതാണ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ. ഇതുപോലത്തെ ചോദ്യങ്ങൾ നിങ്ങൾ ഒരുപാട് പഠിക്കേണ്ടതുണ്ട്, അതുകൊണ്ട് പഠിച്ചു വെക്കണം കേട്ടോ. ഈ ചോദ്യം കൂടെ നമുക്കൊന്ന് വരച്ചു നോക്കാം അല്ലെ? കുറെ സമയം എടുക്കേണ്ട, വേഗം വരയ്ക്കാം. ആദ്യം എന്താ ചെയ്യുക കുഞ്ഞോനെ? ഞാൻ എപ്പോഴും എന്നോട് പറഞ്ഞിട്ടുണ്ട്, ആ ചോദ്യത്തിൽ തന്ന സാധനങ്ങൾ മോഡിഫൈ ചെയ്യണം എന്ന്. എങ്ങനെയാ മോഡിഫൈ ചെയ്യുക? ആ ചിത്രത്തിൽ സമാന്തരമല്ലാത്ത വര, നിങ്ങൾക്കറിയാം ഇത് സമാന്തരമാണ്, പോലെ ഒന്നും ചെയ്യാൻ പറ്റൂല. ഇത് സമാന്തരം അല്ല. അപ്പോൾ ഏതാണ് സമാന്തരം അല്ലാത്ത നോക്കിയിട്ട് ഇത് സമാന്തരം വരയ്ക്കും. ഇപ്പൊ ഇതിന് സമാന്തരം വരച്ച് പാരലായിട്ട് ലൈൻ വരച്ച് കണ്ടോ, വരച്ചു. നിങ്ങൾക്കറിയാം ഇത് പാരൽ ആയില്ലല്ലേ? പാരലൽ വരയ്ക്കാം. കണ്ടോ, പാരലൽ വരച്ചു. കണ്ടോ, നേരെ പാരലൽ വരയ്ക്കുക. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും, ഇത് 3 ആയതുകൊണ്ട് ഇതും 3 ആയിരിക്കും, ഇത് 2 ആയതുകൊണ്ട് ഇതും 2 ആയിരിക്കും. ഇത് 2ഉം ഇത് മൊത്തം 6. ഇത് മൊത്തം 6 ആണ്. ഈ ഒരു കഷ്ടം 2 ആണെങ്കിൽ ബാക്കി എത്ര വരിക? 4 ആയിരിക്കും. ഇത് ബാക്കി 4 ആയിരിക്കും. ഓക്കെ, ദിസ് ഈസ് 4 സെന്റിമീറ്റർ, ദിസ് ഈസ് 2 സെന്റിമീറ്റർ, ഇത് ടോട്ടൽ 6 സെന്റിമീറ്റർ ആയിരിക്കില്ല. അതുകൊണ്ടാണ് ഇത് 4ഉം 2 വരുന്നത്. അപ്പൊ ഇത് ഈസ് മോഡിഫിക്കേഷൻ കംപ്ലീറ്റഡ്. അപ്പൊ എപ്പോഴും ഒരു ട്രപ്പീസിയം വരയ്ക്കാൻ പറഞ്ഞാൽ മോഡിഫൈ ചെയ്തിട്ട് ഒരു ട്രയാങ്കിൾ അതിൻ്റെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്യണം, ഉണ്ടാക്കണം. എന്നിട്ടാണ് ചെയ്യേണ്ടത്. ഞാൻ വരയ്ക്കാൻ വേണ്ടി പോവാണേ. ഫസ്റ്റ് സ്റ്റെപ്പ് മോഡിഫിക്കേഷൻ കഴിഞ്ഞു. 6 സെന്റിമീറ്റർ തന്നെയാണ് താഴത്ത്. അപ്പൊ വേഗം സ്കെയിൽ എടുക്കും. ഞാൻ സ്കെയിൽ എടുത്തിട്ട് 6 സെന്റിമീറ്റർ നീളത്തിലോട്ട് വരച്ചൂട്. 6 സെന്റിമീറ്റർ. ഫസ്റ്റ് സ്റ്റെപ്പ് കംപ്ലീറ്റ്. ഇവിടെ ഒരു കണ്ടം 4 ഇവിടം വരെ, ഇവിടുന്ന് ഇങ്ങോട്ട് 2. അപ്പം വേഗം സ്കെയിലിൽ തന്നെ 4 എവിടെയാണോ അവസാനിക്കുന്നത് അത് എഴുതാ. ബാക്കി 2 ആയിരിക്കും. അപ്പൊ ഒരു കഷ്ണം 4, ഒരു കഷ്ണം 2 കൊടുക്കാം. ദിസ് ഈസ് 4 സെന്റിമീറ്റർ ആൻഡ് 2 സെന്റിമീറ്റർ. ഒരേ പൊളി. അതും കിട്ടി. ഇനി നമുക്ക് ഇവിടെ കോണളവൊന്നുമില്ല, അതുകൊണ്ട് നമുക്ക് എളുപ്പമായി പ്രൊട്രാക്ടർ യൂസ് ചെയ്യണ്ട. ഇവിടുത്തെ കോണളവ് തന്നിട്ടുണ്ടോ? ഇല്ല. എൻ്റെ പൊന്നാര മക്കളെ, ഇത് 3 സെന്റിമീറ്റർ അല്ലേ? ഇത് 3 സെന്റിമീറ്റർ അല്ലേ? ഇനി നിങ്ങൾ കോമ്പസ് സ്കെയിലിനോട് ചേർത്ത് വെച്ചിട്ട് 3 സെന്റിമീറ്റർ എടുക്കുക. കണ്ടോ, അതെടുത്തിട്ട് ഇത് 3 ആയതിനെ കൊണ്ട് ഈടെ കുത്തിയിട്ട് ഈടെ ഒരു വര വരയ്ക്കും. അതേപോലെ തന്നെ ഇത് 3 ആണ്, ഇത് 3 ആണ് അല്ലേ? അതുകൊണ്ട് കോമ്പസ് എടുക്കുക. ഇവിടെ കുത്തി ഇവിടേക്ക് ആർക്ക് വരച്ചു. ഇവിടെ കുത്തി, കുത്തണം, ഇവിടെ കുത്തി, ഇവിടെ കുത്തി, ഇവിടെ 3 ആട്ടം എടുക്കേണ്ടത്.
മാറിപ്പോരുത്. എന്നിട്ട് അതെന്ത് ചെയ്യുക, ജോയിൻ ചെയ്തേ. കണ്ടോ? അപ്പോൾ ഇതൊക്കെ എത്രയായിരിക്കും? 3 സെൻറ്റിമീറ്റർ. നിങ്ങൾ കറക്റ്റ് ചെയ്യാട്ടോ, ഞാൻ സ്കെയിലൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ ഐഡിയ പറഞ്ഞു തരികയാണ് കേട്ടോ. ഓക്കെ, 3 സെൻറ്റിമീറ്റർ. നിങ്ങൾക്കറിയാം ഇതും 3 സെൻറ്റിമീറ്റർ തന്നെയല്ലേ. അതുകൊണ്ട് കോമ്പസിൽ 3 എടുത്തത് മാറ്റണ്ട, നമുക്ക് ഇതായിട്ട് ചെയ്യാം അല്ലേ. ഇതാ ഇവിടെ കുത്ത്, എന്നിട്ട് 3 സെൻറ്റിമീറ്റർ ഇവിടേക്ക് അടയാളപ്പെടുത്ത്. ഇതാ ഒരു ആർക്ക് ഇട്ടാൽ മതി കേട്ടോ. ഇതാ ഇവിടെ കുത്തുക, 3 സെൻറ്റിമീറ്റർ ഇവിടേക്ക് ആർക്ക് ഇടുക. അതേപോലെ ഇത് 2 സെൻറ്റിമീറ്റർ അല്ലേ, ഇവിടെ നിന്ന് ഇങ്ങോട്ട്. അതുകൊണ്ട് കോമ്പസിൽ ജസ്റ്റ് 3 ഉള്ളത് 2 ആക്ക്, സ്കെയിൽ വെച്ചിട്ട് 2 ആക്ക്, 2 വെച്ച് എന്നിട്ട് ഇവിടെ കുത്ത്, ഇവിടെ കുത്തിയിട്ട് ഇവിടേക്ക് ആർക്ക് വരക്ക്. കണ്ടോ? നമ്മൾ 3 എടുത്തു, ഇവിടേക്ക് ആർക്ക് വരച്ചു. അതുപോലെ 2 എടുത്തു, ഇവിടേക്ക് ആർക്ക് വരച്ചു. കണ്ടോ? നിങ്ങൾ കറക്റ്റ് വരയ്ക്കണേ. ഞാനൊരു അഡ്ജസ്റ്റ്മെന്റിൽ ഇങ്ങനെ പോവാ. നിങ്ങളല്ലേ മുകളിൽ 2 എടുത്തിട്ട് ഇങ്ങനെ ചെയ്യാം കേട്ടോ. ഇത് 3 ആട്ടോ. ഓക്കെ, എന്തല്ലേ ചിത്രം, അടിപൊളി ചിത്രം. വെയിറ്റ്, നേരത്തെ 2 ഒന്ന് പാളിയതാ. റെഡി അല്ലേ? ഏകദേശം റെഡിയാണ്. നിങ്ങൾക്കറിയാം എടാ, ഇത് 2 ആയതുകൊണ്ട് ഇതും നമ്മൾ 2 ആണ് എടുത്തത്. ഇതും 2 ആണ് എടുത്തത്. ഇത് 3 ആയതുകൊണ്ട് ഇതും 3 ആണ് എടുത്തത്. ഒരേ പൊളി. ഇതാ ദിസ് ഈസ് 2, ദിസ് ഈസ് ഓൾസോ 2, ദിസ് ഈസ് 3, ദിസ് ഈസ് ഓൾസോ 3. സെറ്റ്. കണ്ടോ? എന്ത് സുഖമുണ്ട് ചെയ്യാനല്ലേ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഷെയ്ഡ് ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ കോണളവില്ലാത്തതുകൊണ്ട് പ്രത്യേകിച്ച് മായ്ക്കാനൊന്നും വേണ്ട. കണ്ടോ? ഏകദേശം ഒരേപോലെ ചിത്രം. ആ നടുവിലുള്ള വര മായ്ക്കണ്ട കേട്ടോ. ത്രികോണം വരച്ചത് മായ്ക്കണ്ട, അതൊരു സ്റ്റെപ്പാക്കി എടുക്കാം നമുക്ക് കേട്ടോ. അടിപൊളി, ഉഷാറല്ലടാ, ഉഷാറല്ലേ? അപ്പോൾ അതും നമ്മൾ ചെയ്തു. നമുക്ക് ഒരു ചോദ്യം കൂടെ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വൈൻഡപ്പ് ചെയ്യാം. ബാക്കി ചോദ്യങ്ങളൊക്കെ നമുക്ക് ലൈവിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കൂടെ സാറ് തരട്ടെ. ഇതാ ഒരു ചോദ്യം കൂടെ സാറ് ചെയ്തു തരാം കേട്ടോ. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അടിപൊളിയായിട്ട് ഈ ഒരു ചോദ്യം ചെയ്ത് നോക്കാം നമുക്ക് അല്ലേ. ഇതാണ് ചോദ്യം, ഒന്ന് ചെയ്ത് നോക്കാം അല്ലേ. ഇതാ ഇവിടെ കോണളവുണ്ട്. ഒരു കോണല്ല, 2 കോണുണ്ട് അല്ലേ. എത്ര കോണുണ്ടെങ്കിലും എൻ്റെ പൊന്നാര ചക്കര ഇനി എന്താ ചെയ്യേണ്ടത്? ആദ്യം ആ ചിത്രം വരയ്ക്കണമെങ്കിൽ ഒരു പണി ചെയ്തോ, ഇതിനെ മോഡിഫൈ ചെയ്യണം. ഇതാണ് ചെയ്യേണ്ടത്. മോഡിഫൈ എങ്ങനെ ചെയ്യാം പറ. ഞാൻ പറഞ്ഞിരുന്നു, ഇത് സമാന്തര പോലെ തൊട്ടു വരുത്. സമാന്തരം പാരലലുള്ള ലൈൻസിനെ തൊട്ടു വരുത്. പിന്നെന്താ ചെയ്യാ? ഇത് സമാന്തരം അല്ലല്ലോ, പാരലൽ അല്ലല്ലോ. അപ്പൊ ഇതിന് ഞാൻ സമാന്തരമായിട്ട് ഇങ്ങനെ ഒരു വര വരയ്ക്കാം. ഓക്കെ, അപ്പം ഇതിന് സമാന്തരമായിട്ട് ഇങ്ങനെ വരച്ചാലും മതി ശരിക്കും, നിങ്ങളുടെ ഇഷ്ടം പോലെ. ഞാൻ ഈ 90 ഡിഗ്രിക്ക് നേരെ സമാന്തരമായിട്ട് ഒരു വര വരയ്ക്കാൻ വേണ്ടി പോവാണേ. കണ്ടോ? ഇങ്ങനെ ഒരു വര വരയ്ക്കാം, ഇങ്ങനെ ഒരു വര നേരെ. ഇതാണ് മോഡിഫിക്കേഷൻ. ഇനി നീ മോഡിഫൈ ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഉള്ളിലുള്ള കോണളോ ആംഗിൾസ് ഒക്കെ ഒന്ന് അടയാളപ്പെടുത്തിക്ക്. അത് 3 ആണ്. അപ്പം ഇതും എത്രയേ വരുള്ളൂ? 3 സെൻറ്റിമീറ്റർ. വേറൊന്നും നമുക്കറിയില്ല. ഇത് 5 ആയതുകൊണ്ട് ഇത് 2 ആയിരിക്കും. എങ്ങനെയാ 2 കിട്ടാറിയോ? ഇത് 3 ആണ്, ഇത് ടോട്ടൽ 5 ആണ്. എടാ ഈ ടോട്ടൽ 5ന്ന് ഇതാട്ടോ ഒഴിവാക്കിയാൽ ഇത് കിട്ടൂലേ. അപ്പോൾ ബാക്കി 2 ആയിരിക്കും കേട്ടോ. നല്ല ടോട്ടൽ 5 ആവും. ഇത് 2. ഇങ്ങനെ മോഡിഫൈ ചെയ്യാം. അപ്പോൾ ആ സൈഡിലുള്ളത് 2 ആണ് കുഞ്ഞോനെ, ഇത് 2 ആണ്, ഇത് 3 ആണ്, ടോട്ടൽ 5 വരുള്ളൂ. റെഡി? ഇനി നിങ്ങൾ എന്താ ചെയ്യുക? മോഡിഫിക്കേഷൻ കഴിഞ്ഞു. ഫസ്റ്റ് സ്റ്റെപ്പ്, സമാന്തരമല്ലാത്ത പാരലൽ അല്ലാത്ത ലൈനിന് പാരലൽ ആയിട്ട് ഒരു വര വരയ്ക്കുക. വരച്ചു. ഇത് 5, ഇത് 3 ആയതുകൊണ്ട് ഇത് 3, ബാക്കി 5ൽ 2. ഇനി ഈ ത്രികോണം വരച്ചിട്ടേ നമുക്ക് കൂടെ പാടുള്ളൂ കേട്ടോ. ആദ്യം 5 വരച്ചിട്ട് അതിനെ 2, 3 ആക്കി മുറിക്കാം. ഞാൻ മുറിക്കി നോക്കട്ടോ. 5 സെൻറ്റിമീറ്റർ സ്കെയിലിൽ നേരെ വരച്ച്. അപ്പം 5 സെൻറ്റിമീറ്റർ. ഒരു കഷ്ണം 2ഉം ഒരു കഷ്ണം 3ഉം ആക്കിക്കേ. 2 ഇവിടെയാണ് അവസാനിക്കുന്നത്. 2 സെൻറ്റിമീറ്റർ. ബാക്കി ഇത് 3 ആയിരിക്കും. അടിപൊളി. അടിപൊളി, അടിപൊളി. അങ്ങനെയാണെങ്കിൽ ഒരു കണ്ടം 2ഉം ഒരു കണ്ടം 3ഉം എടുത്തിട്ട് 5 സെൻറ്റിമീറ്റർ എടുത്താൽ ഇത് 60 ഡിഗ്രി അല്ലേ. പ്രൊട്ടക്ടർ എടുക്ക് കുഞ്ഞോനെ, പ്രൊട്ടക്ടർ എടുക്ക്. പ്രൊട്ടക്ടർ എടുത്തിട്ട് ഇവിടെ സെൻറ്റർ, അങ്ങനെ പ്രൊട്ടക്ടർ ഉണ്ടാവും കേട്ടോ. ഞാൻ കാണിച്ചേ, 1 മിനിറ്റ് ഇതൊന്ന് നീക്കിക്കോട്ടെ. പ്രൊട്ടക്ടർ ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. കാണിച്ചേ കേട്ടോ. ഇവിടെ സെൻറ്റർ, പ്രൊട്ടക്ടർ നടുഭാഗം ഇങ്ങനെ ആയിരിക്കും പ്രൊട്ടക്ടർ ഉണ്ടാവുക. കണ്ടോ? ഇവിടെ ആയിരിക്കും സെൻറ്റർ. എന്നിട്ട് ഇവിടെ 10, 20, 30, 40, 50, 60 എവിടെയാണോ അവിടെ നിങ്ങളൊരു പോയിന്റ് ഇടുക. 60 നിൽക്കുന്നിടത്ത് ഒരു പോയിന്റ് ഇടുക. എന്നിട്ട് അങ്ങോട്ട് നീട്ടിക്കോ. 60ൻ്റെ അവിടേക്ക് ഒരു പോയിന്റ് ഇട്ടിട്ട് നീട്ടുക. കണ്ടോ? ഇതാണ് പരിപാടി. ബാക്കി നമുക്ക് മായ്ക്കാം കേട്ടോ. അപ്പം ഇത് 60 കിട്ടിയ ഉടനെ തന്നെ 60 ഡിഗ്രി എഴുതിക്കോളണം കേട്ടോ. ഓക്കെ, കിട്ടിയതൊക്കെ ഇങ്ങനെ എഴുതിക്കോളും. പിന്നെ ഒരു കാര്യം എന്താ വെച്ചാൽ മക്കളെ, ഇത് 90 ഡിഗ്രി ആയിരിക്കും വരിക. ഇതൊക്കെ 90 ആയതുകൊണ്ട് ഇത് എത്ര വരുള്ളൂ? 90. അപ്പം ഇത് നേരെ വരയ്ക്കണം.
ബുദ്ധിയുള്ള കുട്ടികളാണെങ്കിൽ 90 കോമ്പസിൽ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവർ നേരെ തന്നെ വരച്ചോളൂ അല്ലേ. നേരെ എന്ത് ചെയ്യുക, ഇവിടെ നേരെ ഒരു വര വരച്ചാൽ സംഭവമായി, വളയരുതെന്നേ ഉള്ളൂ. ഇനി ശരിക്കും വരയ്ക്കണം എന്നുണ്ടെങ്കിൽ പ്രൊട്ടക്ടറിന്റെ സെന്റർ ഇവിടെ വെക്കുക. ഇങ്ങനെ പ്രൊട്ടക്ടർ എന്നിട്ട് 90 എവിടെയാണ് വരുന്നത് നോക്കുക. അതാണ് 90 വരച്ചാൽ അവിടെ നേരെ 90ലേക്ക് നേരെ ഒരു വര വരയ്ക്കുക. കണ്ടോ, 90ന്റെ അവിടേക്ക് ഒരു നേരെ ഒരു വര കണ്ടോ. ഇതാണ് 90 എന്ന് വിചാരിച്ചോട്ടോ. വെയിറ്റ്, ഇതിങ്ങനെ മാറിപ്പോന്നു കണ്ടോ. 90ന്റെ നേരെ ഒരു വര വരയ്ക്കും. റെഡി. ബാക്കിയുള്ളത് അമ്മ മായ്ക്കാം കേട്ടോ, അതൊന്നും പ്രശ്നമില്ല. മായ്ച്ചാൽ ഇല്ലെങ്കിലൊന്നും പ്രശ്നമില്ല, മായ്ച്ചില്ലെങ്കിലും ഒരു ഇഷ്യൂ ഇല്ല കേട്ടോ. അപ്പോൾ അത് 90 കിട്ടും. ഇതാ ഇവിടെ നിന്ന് ഇങ്ങോട്ട് 3 സെന്റിമീറ്റർ ആണല്ലോ ചോദിച്ചു തന്നിട്ടുണ്ട്. കോമ്പസ് എടുക്ക്, സ്കെയിൽ ഇതാ എൻ്റെ സ്കെയിൽ കണ്ടോ, എൻ്റെ കോമ്പസ് കണ്ടോ, ഇവിടെ വെച്ചു. കോമ്പസ് എടുക്കുക, ഇവിടെ കുത്തുക, ഇവിടേക്ക് ആർക്ക് വരയ്ക്കാം. അതുപോലെ ഇതാ ഇത് ഇവിടേക്ക് ഒരു ആർക്ക് വരയ്ക്കാം. എന്നിട്ട് കോമ്പസ് എടുക്ക്. ഇനി നിങ്ങൾ കോമ്പസ് സ്കെയിലിനോട് ചേർത്ത് വെക്കണ്ട. ഇത് 3 എടുത്ത് നിങ്ങൾ ഇവിടെ ആർക്ക് വരച്ചു. ഇനി ഈ നീളല്ലേ എവിടെയും വരേണ്ടത്, അതും 90. അത് 90 എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, അവിടെ കട്ടെ. ഈ നീളം എടുത്ത ഇത് നിങ്ങൾ കോമ്പസിൽ എടുക്കുക. നിങ്ങൾ വരച്ച പേപ്പറിൽ ഇങ്ങനെ വെച്ച് നോക്കിയാൽ മതി. കോമ്പസ് എടുക്കുക, വരച്ച പേപ്പറിൽ ഈ നീളം എടുക്കുക. അതായത് ഈ നീളം വരച്ച പേപ്പറിൽ എടുക്കുക. അത് എടുത്തതിന് ശേഷം ഇവിടെ കുത്തുക, ഇവിടെ കുത്തിയിട്ട് ഇവിടേക്ക് ഒരു ആർക്ക് വരയ്ക്കുക. കണ്ടോ, ഏത് നീള കോമ്പസിൽ എടുക്കേണ്ടത് ഇത്. അത് പ്രത്യേകിച്ച് 3, 2 എന്നൊന്നുമില്ല. അതെത്രയാണോ നിങ്ങൾക്ക് കിട്ടിയത് ആ വര ആയിരിക്കും. ആ വര ഇങ്ങോട്ട് വരച്ചാൽ മതി കേട്ടോ. ഇതൊന്ന് ജോയിൻ ചെയ്യും. വെയിറ്റ്, കണ്ടോ ഇത് 3 ആയിരിക്കും. എന്നിട്ട് എന്ത് ചെയ്യുക, ഇതൊന്ന് ഷെയ്ഡ് ചെയ്യുക. ഒരേ പൊളി. എടാ ക്ലാസ് ഇഷ്ടപ്പെട്ടോ? ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക. പിന്നെ എക്സാം ഒക്കെ കഴിഞ്ഞ സാറോട് പറയണേ. കാര്യം നിങ്ങളെ അത്രയും കാര്യമായിട്ട് കൊണ്ടെടുക്കുന്ന സാറാണ് ഞാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് 8ാം ക്ലാസ്സിലെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ. ഇതുപോലത്തെ ഒരു ചിത്രമാണ് ഇപ്പോൾ അവിടെയും കിട്ടിയത്. അപ്പോൾ അടിപൊളിയായിട്ട് നമുക്ക് ഈ ഒരു ചാപ്റ്ററിലെ വരയ്ക്കാനുള്ളതൊക്കെ തീർത്തിട്ടുണ്ട്. മാക്സിമം വരയ്ക്കാനുള്ള ചോദ്യങ്ങളാണ്. ഇനി വേറെ ചാപ്റ്റേഴ്സിൽ നിന്നുള്ള വരയ്ക്കാനുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ ഇട്ട് തരുന്നുണ്ട്. അപ്പോൾ അത് ഇട്ട് തരണമെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും താഴെ കമൻറ്റ് സെക്ഷനിൽ ഫീഡ്ബാക്ക് ഇടണം. ഓക്കെ, ലൈക്ക് അടിക്കണം, ഷെയറും ചെയ്യണം. ലൈക്ക് അടിക്കാനും ഫീഡ്ബാക്ക് ഇടാനും മറന്നു പോകരുത്. ഞാൻ കമൻസിൽ ഞാൻ എന്ത് ചെയ്യാം, ഞാൻ എൻ്റേതായിട്ടുള്ള ഒരു കമൻറ്റ് ഇടാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് എന്നുകൊണ്ട്. അപ്പോൾ അതും നിങ്ങൾ എന്ത് ചെയ്യുക, ഞാൻ എനിക്കൊരു ചാനലുണ്ട്, ആ ചാനലടക്കം എന്ത് ചെയ്യുന്നുണ്ട്, അതിലൂടെ ഞാൻ വന്നിട്ട് ഒരു ഇതിട്ട് തരുന്നുണ്ട് കേട്ടോ. എന്താ പറയുക, ഓൾ ദ ബെസ്റ്റ് തരാം കേട്ടോ എല്ലാവർക്കും. അടിപൊളിയായിട്ട് ഉഷാറായിട്ട് പഠിക്കുക. അപ്പോൾ വിഷു ഓൾ ദ ബെസ്റ്റ്. ഞാൻ പിന്നെ മറ്റൊരു കാര്യം കൂടെ, എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് പറ്റുമെങ്കിൽ പറയണം കേട്ടോ. ഇതാണ് സാറിൻ്റെ ഇൻസ്റ്റാഗ്രാം ID. ഇൻസ്റ്റ ഇല്ലാത്തവൾ താഴെ എന്ത് ചെയ്താൽ മതി, കമൻ്റ് ആയിട്ട് എക്സാം അടിപൊളിയായിരുന്നു സാർ എന്നൊക്കെ പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പോൾ ഇതെന്തായാലും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചു വെക്കേണ്ട ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ താങ്ക് യു, ഓൾ ദ ബെസ്റ്റ്. അടുത്ത കൊല്ലം നമ്മൾ അടുത്ത ക്ലാസ്സിലേക്ക് പോകാൻ വേണ്ടി പോവാണ്. അടുത്ത ആനുവൽ എക്സാം ഒക്കെ കഴിഞ്ഞ് 9ാം ക്ലാസ് പോകാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഉഷാറായിട്ട് പഠിക്കുക. വിഷു ഓൾ ദ ബെസ്റ്റ്. മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണും വരേക്കും. ഇറ്റ്സ് മീ ജർ സൈനിങ് ഓഫ്. ബൈ.